കടുവേനെ പുള്ളി നേരിട്ട് കണ്ടാണ്. ഈ കാട്ടിൽ നിന്ന് കടുവ ഇങ്ങനെ കയറി വരുമായിരുന്നു. നേരിട്ട് കണ്ടു. പുള്ളിക്ക് ഓടാനൊന്നും പറ്റാത്ത സാഹചര്യമാണോ? കോടതി വീടും 10 സെന്റ് സ്ഥലവും ഒഴിവാക്കി ബാക്കി ബാങ്കുകാരോട് ജപ്തി ചെയ്ത് പൈസ ഈടാക്കിക്കോളാൻ പറഞ്ഞു. ഇതുണ്ട്. ഇതൊക്കെ മൃഗങ്ങൾ കയറി പോകുന്ന ചാല, മലാന, പന്നി, കേഴ എല്ലാം ഉണ്ട്. നടപ്പിച്ചാലില്ലല്ലോ. ആ പുള്ളി വരുമ്പോഴത്തേക്കും വീണ്ടും കാടാവും. ആരും കൊണ്ട് വരുന്നില്ലേ? ആരും കൂടെ വരാനില്ലല്ലോ. ഈ ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ തന്നെ ലോൺ ഉണ്ടോ? ബാങ്കിൽ കടമുണ്ടോ? കടമുണ്ട്. എന്തേലും ഉണ്ട്? 60,000 രൂപ എടുത്തോ? ഏത് വർഷം? 2000. അത് മൂത്ത് 1,60,000. അമ്മച്ചിക്ക് ചെറിയ ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തീരെ വയ്യാതെയായി. അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ തന്നെ നടത്തി പോകുന്നു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കടുവേനെ എവിടെ വഴിയുന്നുണ്ട്? വഴിയുന്നു, റൂട്ടിൽ നിന്ന്. ഏതായാലും ഈ എല്ലും തൊലി ഉള്ളതുകൊണ്ട് അവൻ എന്നെ വിട്ടേക്ക് പോയെന്നുള്ളതാണ് സത്യം. അമ്മച്ചി നമുക്ക് താഴേക്ക് ഇറങ്ങണ്ടേ? വേണ്ടേ? അതന്നെ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 4 കിലോമീറ്റർ മുകളിലേക്ക്, അതായത് പാലുകാച്ചി മലയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒറ്റപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പാലുകാച്ചി മലയൊക്കെ നമുക്കറിയാം, ഒരു ഇക്കോ ടൂറിസം മേഖലയൊക്കെയാണ്, വനമാണ്, കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പല എപ്പിസോഡുകളിലും കർഷകർ കുടി ഇറങ്ങി പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ കർഷകരെ കുടി ഒഴിപ്പിക്കുന്ന കുറേ വാർത്തകളൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മലമുകളിലൊക്കെ പണ്ടത്തെ കാലത്ത് കുടിയേറി താമസിച്ച ആൾക്കാർ പലരും വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ മക്കളൊക്കെ പഠിച്ചു വരുന്ന നിലയിലായി, അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി കാശൊക്കെ ആയി കഴിയുമ്പോൾ പല ആൾക്കാരും ഇപ്പോൾ വന്യമൃഗശല്യം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ താഴേക്ക് ഇറങ്ങി, അതായത് ആ മലമുകളിൽ നിന്നൊക്കെ ഇറങ്ങി താഴേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒത്തിരി പേര് കുടിയിറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ കുടിയിറങ്ങി പോകാൻ പറ്റാതെ നിൽക്കുന്ന ചുരുക്കം വീട്ടുകാരുണ്ടാവും. അങ്ങനത്തെ കുറച്ച് വീട്ടുകാരെ നമ്മൾ പേരിയ ഭാഗത്തൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. ഒരു ജോസേട്ടനെയൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നു. പുള്ളി ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. 10-23 വീട്ടുകാരുണ്ടായിരുന്നിടത്ത് അവിടെ പുള്ളി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10-28 വീട്ടുകാരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരു കുടുംബം ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്. അവർക്ക് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരു നിവൃത്തിയില്ല. അതുപോലെ തന്നെ ആ ചുറ്റും ഉണ്ടായിരുന്ന അയലോക്കംകാരും മറ്റും എല്ലാം പോയി. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് അവിടെ ആ ഒരു കാട്ടിലിങ്ങനെ താമസിക്കുകയാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ള സ്ഥലം. ആനയും കടുവയും മറ്റ് ജീവികളൊക്കെ ഉള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഇഷ്ടംപോലെ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ആ ഒരു കാരണവന്മാരെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒത്തിരി ദൂരം നമ്മൾ ഓഫ് റോഡ് പോകണം. അതുപോലെ തന്നെ പിന്നെ നടന്നും പോകാനുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയല്ല. അപ്പം നമുക്ക് ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോൺസൺ. അപ്പോൾ ചേട്ടൻ ഈ ഫാമിലീനെ എത്ര നാളായിട്ട് അറിയാം? എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്നതാണ്. അതെ. നമുക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ടൗണിൽ നിന്ന് 4.5 കിലോമീറ്ററോളം ഈ പറയുന്ന വീടിരിക്കുന്ന സ്ഥലത്തോടുണ്ട്. മലമുകളിലല്ലേ? മലമുകളിൽ, ഏറ്റവും മലമുകളിൽ. അവിടെ അപ്പോൾ ഒത്തിരി വീട്ടുകാരുണ്ടായിരുന്നല്ലേ? ഒരു 28 വീടുകൾ. അതായത് ഈ ഒറ്റപ്ലാവ് പള്ളിയുടെ ഒരു ഇടവക ഒരു വാർഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് അവിടെ താമസിക്കും. ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വീടുമില്ല, ഒന്നുമില്ല. അവരെന്തുകൊണ്ടാണ് അവർ താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത? അവർക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. താഴെ ഒരു വീട് എടുക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അവർക്ക് ബാങ്കിൻ്റെ കുറച്ച് ലോണുകൾ കാര്യങ്ങൾ എല്ലാം അടച്ചു തീർക്കാനുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രായമായി, ഇനി അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ താമസിക്കുന്നത്. വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. മക്കൾ 2 പെൺപിള്ളേരാണുള്ളത്. അവരെല്ലാം കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടു. അല്ലേ? അപ്പോൾ നമ്മളിന്ന് മുകളിലേക്ക് പോകുന്നതാ ചേട്ടൻ്റെ ഈ വണ്ടിക്കകത്താണ്. നമ്മളിനി ആ ഒരു പോകുന്ന വഴിയും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ. വീട്ടുകാരനാ
ഇത് ഇച്ചിരി മണ്ണാ. അവിടെ തിണ്ടായി. വെള്ളം ഒഴുകി പോയി പോയില്ല. ഇനി 1.5 കിലോമീറ്റർ മുകളിലേക്ക് നടക്കണം എന്നാട്ടോ പറഞ്ഞതാ. വണ്ടി ഇവിടം വരെ ഉള്ളൂ. നമ്മൾ നടക്കുകയാണ്. മഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം, നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ചെറിയ വെയിലുള്ളത് നല്ലതാണ്. ഇവിടെ ഭയങ്കര അട്ടയുണ്ട് കേട്ടോ. ഈ കശുമാവൊക്കെ ആൾക്കാർ ഇപ്പോഴും അണ്ടിയൊക്കെ പറക്കുന്നുണ്ടോ? വർഷമാകുമ്പോൾ ഇവിടെ വന്ന് പറക്കി പോകും, പിന്നെ ആരും ഇങ്ങോട്ട് വരില്ല. ഓഹോ, അവിടുത്തെ ആ 2 കല്ല് മാറ്റിയാൽ ചിലപ്പോൾ കയറുമായിരിക്കും അല്ലേ? അവിടുത്തെ അല്ലേ? ഇല്ല, അവിടുത്തെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഈ പുല്ലിൻ്റെ അകത്ത് ഇങ്ങനെ തെറ്റി കളിച്ചുകൊണ്ടിരിക്കും. വേനൽ ആയി കഴിഞ്ഞാൽ വിഷയമില്ല, വേനലെല്ലാം കയറി പോരുന്നു. കാലത്ത് പ്രശ്നമല്ലേ? വേനൽ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് അവിടെ വണ്ടി കൊണ്ട് വെക്കുന്നു. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്ന സ്ഥലമാട്ടോ, നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു പെരത്തറയായിരുന്നു, അതൊക്കെ പൊളിച്ച് കളഞ്ഞാട്ടോ. ഇത് മറ്റേ സ്വയം കുടിയൊഴിപ്പിക്കൽ പദ്ധതി പെട്ടതാ? അല്ലല്ലേ? അല്ല, ആൾക്കാർ നിവൃത്തിയില്ലാതെ ഇറങ്ങിപ്പോയി. ഉരുൾപൊട്ടലിൻ്റെ കാലഘട്ടത്തിൽ ഇറങ്ങി. ഓഹോ, 4x4 ജീപ്പ് അവിടെ വരെ കയറുള്ളൂ. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ പിന്നെ സാധാരണ ഒരു ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ, അവർ പ്രായമുള്ള ആൾക്കാരും കൂടെയാണ്. എന്തൊരു അത്യാവശ്യം വന്നാലും നടപ്പിച്ചാലില്ലല്ലോ, ആ പുള്ളി വരുമ്പോഴത്തേക്കും വീണ്ടും കാടാവും. അതെ, ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അതാണ് മല. ആരും ഇങ്ങോട്ട് വരുന്നില്ലേ? ആരും ഇങ്ങോട്ട് വരാനില്ലല്ലോ, ഈ ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. വഴിയൊക്കെ കണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവിടെയെല്ലാം വീടുകളുണ്ടായിരുന്നു. ഇവിടെ അതൊരു വീട് തറയാണ്, അതൊരു വീട് തറയാണ്. ഇങ്ങോട്ടല്ലേ? ഈ ഭാഗത്തല്ല ഒത്തിരി ആൾക്കാർ. ഈ മെഷീൻ പേരൊക്കെ അറിയില്ലായിരിക്കും അല്ലേ? അതെ, അതിവിടെ ഈ സ്ഥലത്തിൻ്റെ ഓണറുടെയാണ്. സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപകടം പറ്റിയാൽ നമുക്ക് വരണമെങ്കിൽ താഴെ നമ്മളിപ്പം വണ്ടി നിർത്തിയെടുത്ത് വന്നിട്ട് ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടന്നു വന്ന്, അതും 4x4 ആണെങ്കിലേ? അതെ, 4 വീലർ മാത്രമേ ഇവിടെ കയറുള്ളൂ. അപ്പോൾ അത് വന്ന് അവിടുന്ന് നമ്മൾ ആളെ എടുത്ത് വന്ന് താഴെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ചികിത്സ, അങ്ങനത്തെ ഒരു ആവശ്യം വന്നാൽ അത്ര ദുർഘടമാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുന്ന് നടന്നു വരുന്ന സമയത്ത് ഇവിടുന്ന് കടുവേനെ പുള്ളി നേരിട്ട് കണ്ടാണ്. ഈ കാട്ടിൽ നിന്ന് കടുവ ഇങ്ങനെ കയറി വരുമായിരുന്നു. നേരിട്ട് കണ്ടു. പുള്ളിക്ക് ഓടാനൊന്നും പറ്റാത്ത സാഹചര്യമാണോ. പുള്ളി അവിടെ തന്നെ നിന്ന്. കടുവ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ കാട്ടിലോട്ട് തന്നെ ഇറങ്ങിപ്പോയി. പുള്ളിനെ ഉപദ്രവിച്ചില്ലെന്നാ പുള്ളി പറയുന്നത്. കണ്ടു, നേരിട്ട് തൊട്ടടുത്തുനിന്ന് കണ്ടു. കടുവ പുള്ളിനെ കണ്ടു. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അതിലെ ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളിയുടെ വീടിൻ്റെ മുറ്റത്ത് പിന്നെ കടുവ വന്നിട്ട് കാൽപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരെ വിളിച്ച് കാണിച്ച് അവർ വന്ന് അത് സ്ഥിരീകരിച്ച് പോയിട്ടുണ്ട്. വീടുകൾ ഈ ചുറ്റുവട്ടത്ത് അടുത്തടുത്തായിട്ടുണ്ടായിരുന്നു. എല്ലാവരും താഴെ ഉരുൾപൊട്ടലിൻ്റെ ഭീഷണി കാരണമാണ് എല്ലാവരും താഴെ പോയത്. ഇങ്ങോട്ട് ഇത് വേറെ വീടുകളിലേക്കുള്ള? അതെ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന്, മുകളിൽ 2, 3, ഒരു 4 വീടുകൾ ഈ ഭാഗത്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ടല്ലേ? ആളില്ല, അതെല്ലാം കാടായി. ഇത് ആനയാണല്ലോ? ആനയല്ല, മല തന്നെയാ? അല്ലല്ല, മലാനാ. ഇതുണ്ട്, ഇതൊക്കെ ഈ മൃഗങ്ങൾ കയറി പോകുന്ന ചാല. മലാൻ തന്നെയാ? അതെ, മലാന്, പന്നി, കേഴ എല്ലാം ഉണ്ട്. വാലുകാച്ചി മലാട്ടോ, അടിപൊളി ലൊക്കേഷൻ. അതിൻ്റെ മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ടല്ലോ. ആൾക്കാരുണ്ട്. എക്കോ ടൂറിസമാണ്. ഫോറസ്റ്റുകാരായിരിക്കാം. ഇല്ല, ഫോറസ്റ്റുകാരായിരിക്കും. എക്കോ ടൂറിസം. പന്നി തേങ്ങ പറിച്ച് തിന്ന് തേങ്ങ ഒതിച്ചിട്ടിരിക്കുന്ന കേട്ടോ. ഇഷ്ടം പോലെ അല്ലേ ചാല്? അതെ, കംപ്ലീറ്റ് കൊട്ടീര മേഖലയിലേക്ക് ഇറങ്ങുന്ന കംപ്ലീറ്റ് ഇല്ലേ പോകുന്നു അല്ലേ? മൃഗങ്ങൾ അതുപോലെ ഉണ്ട്. ഈ മൃഗങ്ങളുടെ ഇടയ്ക്കാണ് ഇവർ ഈ 2 പേര് താമസിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. ഇത്രയും പ്രായമായ 2 ആള്. 75-76 വയസ്സോളം ഉണ്ട്. അതും വേറെ വീട്ടിലേക്കുള്ള വഴിയല്ലേ? അതെ, ഇതിങ്ങനെ പോയാൽ അവിടെ ഒരു വീടും കൂടെ ഉണ്ട്. അവരെല്ലാം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിപ്പോയി. ഇതല്ലേ ആ കാണുന്ന കൊട്ടിയൂർ മേഖല കേട്ടോ. ചാച്ചായി കുറച്ച് ഇതും മസാലയും, മീറ്റ് മസാലയും. പിന്നെ ഞാനോ? എനിക്കറിയാൻ അറിയാം ചാച്ചി. ഞങ്ങളൊരു ഇച്ചിരി ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി എന്തിയേ? ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി. ആണല്ലേ? ഇവിടെ ഇരിക്കാം, പുറത്തിരിക്കാം, കാറ്റ് കൊള്ളാലോ. കറി വെച്ചാലോ? അമ്മച്ചി നമുക്ക് ഇച്ചിരി ഇറച്ചി മേടിച്ചിട്ടുണ്ട്, നമുക്ക് കറി വെച്ചാലോ? എൻ്റെ കൈ മേലാ അമ്മച്ചി. എൻ്റെ കൈ ഇത് മരം കൂട്ടി ഇടിച്ചിട്ട് ഇച്ചിരി പൊട്ടി. അവിടെ ഞാൻ നുറുക്കി തരാം.
അത് നോക്കിയതാ. അമ്മച്ചിക്ക് ചെറിയ ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവിടുന്ന് പുറത്ത് താഴോട്ട് പോരാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മടി കാണിച്ചതും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം തീരെ വയ്യാതെയായി. പിന്നെ അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ തന്നെ നടത്തി പോകുന്നു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴോട്ട് ഇവരെ ഇറക്കുമല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഇത്ര കാട്ടുമൃഗങ്ങളുടെ ശല്യവും അതും ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ തന്നെ ആരും അറിയാത്തൊരു സാഹചര്യമുണ്ട്. വിറക് എല്ലാം ആക്കി ഇവിടെ ഉണ്ട്, കുട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ചേട്ടൻ്റെ വീട്. ആയിക്കോട്ടെ. അമ്മച്ചി ആ ഇറച്ചിക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ. അമ്മച്ചി ഇത് പിടിച്ച അമ്മച്ചി ആ മുറിച്ചല്ല കേട്ടോ. ഈ കാണുന്ന കേട്ടോ ഇവരുടെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ്. ഇങ്ങനെ മോളിൽ നിന്ന് പറയുന്ന ഉറവയാണ് കേട്ടോ. ഈ പാറക്കടയൊക്കെ കാണും. ഈ ഉറവയാണ് ഇവർ കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്നത്. ഇതുണ്ടോ, ഈ കാണുന്ന കേട്ടോ പാലുകാച്ചി മല. നമ്മൾ ടോപ്പിലെത്തി കേട്ടോ. ചേട്ടനിവിടെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ഇറച്ചി കറി വെക്കാനായിട്ടുള്ള പരിപാടി കേട്ടോ. ഇതിങ്ങനെ നിങ്ങളെ പോലെയുള്ള വരുന്നവർക്ക് ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അമ്മച്ചി ഒന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങണ്ടേ? വേണ്ടേ? അതെന്നാ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? നമുക്ക് താഴേക്ക് പോണ്ടേ? നമുക്ക് വണ്ടിക്ക് വരുന്ന സ്ഥലത്ത് പോകണ്ട. അതെ, വേണ്ട. അതെന്നാ അമ്മച്ചി ഇതിനകത്ത് ഇട്ടാ പറയും മതികളാ. ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 1 മണി 1:15 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താഴേന്ന് കുറച്ച് ഇറച്ചിയും 1 കിലോ ഇറച്ചി, അതിന് വേണ്ട സവാള മസാലയൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് നമ്മളിവിടെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അമ്മച്ചിയാണേലും ഇച്ചിരി മാനസിക പ്രശ്നമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കില്ല, മുഖത്തോട്ട് പോലും നോക്കില്ല. അപ്പോൾ അവർക്ക് ആ ഇറച്ചിക്കറി പാകം ചെയ്ത് കൊടുക്കാമെന്ന് ജോൺസൺ ചേട്ടൻ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സവോളയൊക്കെ അരിഞ്ഞ് ഇപ്പോൾ കറി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാനപ്പോൾ ഈ പരിസരം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ ഈ കാണുന്ന, ഈ പുറകെ കാണാം, ഇവരുടെ ശൗചാലയമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഓപ്പണായിട്ടാണ് കിടക്കുന്നത്, ഒരു വാതിൽ പോലും ഇല്ല. ഈ ഇത്രയും കടുവയും മറ്റ് ജീവികളൊക്കെ ഉള്ള സ്ഥലത്ത് രാത്രിക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോകേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഒരു സിറ്റുവേഷനൊന്നും മനസ്സിലാക്കണം കേട്ടോ. വലിയൊരവസ്ഥയാണ് ഇവരുടെ. ഈ മലമുകളിൽ പണ്ടത്തെ കാലത്ത് ഇതുപോലെ കുടിയേറി പാർത്ത ആൾക്കാരാണ്. ഞാനൊക്കെ ഈ പാലുകാച്ചി, ഇപ്പം നമുക്ക് ഈ പുറകെ കാണാം, വീടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് പാലുകാച്ചി മലയുള്ളത്. അപ്പോൾ വലിയ ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ്. അതുപോലെ തന്നെ വലിയൊരു മലയാണ്. നമ്മൾ ഇത്രയും മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതിനത്ര വലുപ്പം തോന്നാത്തത്. ഞാൻ അതിൻ്റെ താഴെ നിന്നുള്ളൊരു പിക്ചർ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ആ പാലുകാച്ചി മലയുടെ തൊട്ട് കീഴെ ആണ് നിൽക്കുന്നത്.
ഈ കാണുന്ന പാറയുടെ മുകളിൽ വരെ ആൾക്കാർക്ക് നടന്ന് വരാനുള്ള ഓപ്ഷനുണ്ട് ഇക്കോ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇവിടെ ഒരു ഓടിട്ട ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇവിടെ ഇങ്ങനെ ഒത്തിരി വീടുകളൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ 1-2 വീടുകളൊക്കെ കാണാം. പക്ഷേ ആ വീടുകളൊന്നും ഇപ്പോൾ താമസമില്ലാത്ത വീടുകളായി മാറി. ഈ ഒരൊറ്റ വീട്ടിലെ ഇപ്പോൾ ആളുകളുള്ളൂ. ഈ 2 പേരാണ്, ഈ 2 ആത്മാക്കളാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതായാലും ആ ചേട്ടൻ ജോൺസൺ ചേട്ടൻ ആ ഒരു കറി പാകം ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് കയറിയില്ല, തിരിച്ച് വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇങ്ങ് മഴ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണക്ക് പോരെ ചേട്ടൻ്റെ പേരെങ്ങനെയാ? മത്തായി, തെങ്ങുംപള്ളി. ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നതാണ്? 75 ഇവിടെ വന്നാ നീ കൂട്ടിക്കും. 48 വർഷമായി. ഇവിടെ നിങ്ങൾ രണ്ടുപേരും തന്നെ. ബാക്കി ഇവിടെ ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ടായിരുന്നു? എന്ന് പറഞ്ഞാൽ ഈ തോടിൽ നിങ്ങൾ ഈ വന്നപ്പോൾ തോട് കണ്ടു. അതിൻ്റെ മുകളിലോട്ട് 20-21 വീടുണ്ട്. 21 വീടുണ്ടായിരുന്നു. 21-22 വീടുണ്ട്. ഇപ്പം ഈ ഒരൊറ്റ വീടേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. സ്ഥലം വിറ്റൊന്നും അല്ല. എല്ലാവരും താഴേക്ക് ഇറങ്ങി പോകാനുള്ള കാരണം എന്താ? ഈ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്. 24-ലെ ഒരു ഉരുൾപൊട്ടുണ്ടായി. അതുകൊണ്ട് അവരുടെ മക്കളും അവരും ഒക്കെ പിന്നെ സഹായം ചെയ്ത് അവർ താഴോട്ട് പോയി. 5 സെൻറ്റ് 3 സെൻറ്റ് ഒക്കെ സ്ഥലം മേടിച്ച് പെരയും വെച്ച് അവരെല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കായി. ചേട്ടന് താഴേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? താഴോട്ട് പോകണം. ഒത്തിരി അകലെയൊന്നും പോകില്ല. എൻ്റെ പറമ്പ് കളഞ്ഞാൽ പോയില്ലേ. കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല അല്ലേ? അതെ. താഴേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയാൽ പോവോ? പോകും. ഇപ്പോൾ തന്നെ ലോണുണ്ടോ? ബാങ്കിൽ കടമുണ്ടോ? കടമുണ്ട്. എന്തേലും ഉണ്ട്? 60,000 രൂപ എടുത്തോ? ഏത് വർഷം? 2000. അത് മൂത്ത് 1,60,000 ആയി. 1,60,000 ആയി. അത് ഒന്ന് പുതുക്കി എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഗവൺമെൻറ് ആണ്ട് അപേക്ഷയൊക്കെ കൊടുത്ത് ഒരു 80,000 രൂപ എഴുതി തരും ഗവൺമെൻറ്. പിന്നെ 80,000 രൂപ മുതൽ കിടക്കുക. അത് മൂത്ത് ഇപ്പം 1,62,200 ചില്ലാനും രൂപയായി. പിന്നെയും ആ പൈസ തന്നെയായില്ലേ? മുഴുവനായിട്ട് എഴുതി തള്ളാതെ ഒരു നിവൃത്തിയില്ലല്ലേ? അതെ, മുഴുവനായിട്ട് എഴുതി തള്ളാതെ ഇത് അടയ്ക്കൊന്നും നടക്കും. അടയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ല. ചേട്ടൻ എത്ര മക്കളാ? എനിക്ക് 2 പെൺപിള്ളേർ. രണ്ടുപേരും കെട്ടിച്ചു വിട്ടായിരിക്കും അല്ലേ? 2 പേരെയും കെട്ടിച്ചു വിട്ടു. ഒരാളെ കെട്ടിച്ചു വിട്ട കടവായി ഇതിങ്ങനെ വരാൻ കാരണം 2015 ഇവരൊരു കേസ് കൊടുത്തു കോടതിയിൽ. കോടതി വീടും 10 സെൻറ്റ് സ്ഥലവും ഒഴിവാക്കി ബാക്കി ബാങ്കുകാരോട് ജപ്തി ചെയ്ത് പൈസ ഈടാക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇനി ചേട്ടനെ കൊണ്ട് വരണ്ട, ചേട്ടനുള്ള കള്ളാസൊക്കെ മലക്ക് വരുന്നു. ബാങ്കുകാരും കോടതിയിൽ നിന്ന് ഒരാളാണെന്ന് പറഞ്ഞ ഒരാളും ഇവിടെ വന്നു. എന്താ പറയുക, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റിയത്. ഈ റേഷൻ വായിച്ചത് പിന്നെ ഈ കോടതിയിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എനിക്ക് തന്ന പകർപ്പിൻ്റെ അകത്ത് ആ കോടതിയിൽ നിന്ന് പറഞ്ഞതൊന്നുമില്ല. കോടതി എന്തൊക്കെയാ പറഞ്ഞേ? കോടതിയിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: 10 വീടും 10 സെൻറ്റ് സ്ഥലവും കൊടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നെ ബാങ്കിനോട് ജപ്തി ചെയ്ത് ഈ പൈസ ഈടാക്കിക്കൊള്ളാനാണ് കോടതി പറഞ്ഞത്. വീട് ഒഴികെയുള്ള ബാക്കി അതെ, അങ്ങനെയാ പിന്നെ കോടതി അന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട, ചേട്ടനുള്ള കള്ളാസ് വീട്ടിൽ വരുമെന്ന്. ഞാൻ പറഞ്ഞൊരു പിന്നെ വീട്ടു നമ്പർ വേണം, താഴെങ്ങാനും ചെല്ലുമ്പം ഒരു പലകയും ആണിയെ തിരുവുള്ളത്. അതിന് പോലും അങ്ങോട്ട് ആരും വരികയാണ്. ഇത് കോടതി ഉത്തരവാ വരുന്നു. പിന്നെ നമുക്കെന്നെ വല്ലതും പറയാനോ? അവരിങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അന്നേരം പറഞ്ഞ് എന്നോടുകൂടെ ബാങ്ക് വരണമെന്ന്. അവിടെ ചെന്ന് അയാളെല്ലാം കള്ളാതേൽ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഒപ്പിട്ട് കൊടുത്ത് അയാൾ ഇതയച്ചാണ് ഈ 80,000 രൂപ എഴുതിത്തള്ളി. അത് 70,000 രൂപ ഗവൺമെൻറ്റിൻ്റെ, 10,000 രൂപ ബാങ്കിൻ്റെ, അങ്ങനെ എഴുതിത്തള്ളി. പിന്നെ 80,000 രൂപ ആണ്.
അതിങ്ങനെ പൊലിച്ച് ഈ 2024 ആയപ്പോഴത്തേന് പഴയ ആ 1,60,000 60,000 രൂപ ആ പൈസ പിന്നെ എത്തി. ഇപ്പൊ എന്താ ബാങ്കുകാരുടെ നിലപാട്? ബാങ്കുകാരുടെ ഇടപാട് ഈയിടെ ഒരു അദാലത്തുണ്ടല്ലോ ഈ 2-ാം തീയതി. അന്ന് ഞാൻ പോയി. അന്ന് പോയിട്ട് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇവരൊന്നും വിടുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞോന്ന് പറഞ്ഞു. എനിക്കത് അടയ്ക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എൻ്റെ വീട് തന്നിട്ട് വേറെ കിടപ്പാടമില്ല, അതുകൊണ്ട് വീട് തന്നിച്ച് ബാക്കി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അങ്ങനെ ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ചേട്ടനൊരു കാര്യം ചെയ്തു, ചേട്ടനെ ഇറക്കി വിടാൻ അങ്ങോട്ട് ആരും വരികയില്ല. ചേട്ടൻ അവിടെ കിടന്നു, സ്ഥലം അവിടെ കിടക്കുന്നു. എന്നാൽ ഞാൻ പോകാമെന്ന് പൊക്കളാനും പറഞ്ഞു. ഇനി ആർക്കാണ്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കള്ളാസിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നു. അപേക്ഷ അവരെഴുതിക്കോളൂ. എന്നാ അപേക്ഷ എഴുതുന്നതെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു തന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ പോരുകയും ചെയ്യും. എന്നേലും വരുന്ന പോലെ പെട്ടെന്ന് ഞാനും കിടക്കും. അല്ലാതെ വേറെ പണിയൊന്നും. വീട്ടിലിരിക്കുന്ന ഇളക്ക് സാധനങ്ങൾ, അതായത് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന അത്. പിന്നെ ഇവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പിന്നെ ഈയിടെ പഞ്ചായത്ത് എന്നൊരു കട്ടിലുണ്ട്. ഏതാണ്ട് ഒരു ചിലപ്പോൾ 5,000-6,000 രൂപ കിട്ടുമായിരിക്കും. പിന്നെ ഒരു ചെറിയ റേഡിയോയും ഉണ്ട്. പിന്നെ ഇച്ചിരി കഞ്ഞിക്കലവും കാപ്പിക്കലവും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളൂ എന്ന് ഞാനും പറഞ്ഞു. ഈയിടെ വാങ്ങിക്കണം. അത് നിങ്ങളെ ഒന്നും ജപ്തി ചെയ്യാനായിട്ട് അങ്ങോട്ട് വരികയായിരുന്നു പറഞ്ഞു. നിങ്ങളവിടെ കിടക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പോവുകയും. ചേട്ടാ, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ടോ? വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുരങ്ങ്, അണ്ണാന്, പിന്നെ മ്ലാവ്, പന്നി, മുള്ളപ്പന്നി, കടുവായ, പുലി, ആനയും കാട്ടുപോത്തും മാത്രമേ ഇതിൽ വന്നിട്ടില്ല. അല്ലാത്ത എല്ലാ മൃഗങ്ങളും കൂടി ഉണ്ട്. കടുവനെ നേരിട്ട് കണ്ടോ? കണ്ടു നേരിട്ട് കണ്ടു. പുലിയെ കാണാൻ പറ്റും. പുലി മിറ്റത്ത് വന്ന് ഇവിടെ കിടന്ന് ഈ കാൽപ്പാടെ കണ്ടു. ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. കടുവനെ എവിടെ നിന്ന്? വഴിയിൽ നിന്ന് കണ്ടേ? വഴിയിൽ നിന്ന്, റൂട്ടിൽ നിന്ന്. ഏതായാലും ഈ എല്ലും തൊലി ഉള്ളതുകൊണ്ട് അവൻ എന്നെ വിട്ടേച്ച് പോയെന്നുള്ളതാണ് സത്യം. 2-3 മുറുമി ഞാൻ ലൈറ്റ് അടിച്ച് പിടിച്ചോണ്ട് അവിടെ. രാത്രിക്കാ? രാത്രി ഒരു 8-9 മണി ആയി കാണും. അക്കരെ പോയിച്ച് കയറി വന്നതാ. എൻ്റെ തലയിൽ ഒരു ചെറിയ കെട്ടുമുണ്ട്, ലൈറ്റും ഉണ്ട്. താഴെ പോയിട്ട് വരുന്ന വഴിയാ? എന്നിട്ട് ഇത് മുറുമെന്ന് കേട്ടോണ്ട് ലൈറ്റ് അടിച്ചപ്പം ഇതിൻ്റെ തലയെ കാണത്തു. എന്നെ ചെയ്യാനാ ഞാൻ ഈ ലൈറ്റ് ഇതിൻ്റെ മുഖത്തോട്ട് അടിച്ചുകൊണ്ട് അവിടെ പോകും. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ പോകും. എന്നെ വിറക്കുന്നൊക്കെയാണ്. പക്ഷേ ഓടിയിട്ടെന്നെ കാര്യം അവിടെ നിന്ന് ഞാൻ 3ാമത് ഒന്നുകൂടെ മുറുകെ വെച്ചാൽ അത് തിരിഞ്ഞപ്പോഴാണ് ഇവൻ്റെ മുഴുപ്പ് കാണും. വലിയ കടുവ, പിന്നെ മുഴുത്ത കടുവ. എങ്ങനെയാലും അതെന്നെ ഉപയോഗിച്ചേച്ച് പോയി. അങ്ങനെ കടുവായും കണ്ടു, പുലിയുടെ കാൽപ്പാടെ കണ്ടുള്ളൂ. അത് ഈ മിറ്റത്ത് പോകും. ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചോ? അവരോട് പറഞ്ഞു. അവർ വന്ന് ഇതിലെല്ലാം നോക്കി. പെണ്ണെന്ന് രാവിലെ പുള്ളി മിറ്റം അടിക്കുന്നു ഇടപാടും. മിറ്റം അടിച്ചുകൊണ്ട് കാൽപ്പാടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, എടി അടിക്കരുത്, പോഷന്മാർ വരും, പോഷന്മാർ അവരവരുടെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി എല്ലാം അടിച്ച് ഭാര്യയുണ്ട്. പിന്നെ അവിടെ ഇവിടെ എങ്ങാണ്ട് തപ്പി എങ്ങാണ്ട് കുഴിയിലോ ഒരു പാടമൊറ്റ കണ്ടെന്നവർ പറയുന്നു. അങ്ങനെ അവർ വന്നാൽ ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ട് വിവരം അറിയിക്കണമെന്നും പറഞ്ഞിട്ട് അവരും പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ഇവിടെ പോഷന്മാർ താമസിക്കണം, ഈ ശാന്തിഗിരി. അവരിവിടെ വരുമായിരുന്നു. ഇപ്പോൾ അവരും വരുന്നു. ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ താഴെ വരെ എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ഇവിടുന്ന് എങ്ങനെ പിന്നെ വേനക്കാണെങ്കിൽ ഇവനെ വിളിച്ചാൽ ഇവൻ്റെ വണ്ടിയും കൊണ്ട് കയറി. ഇപ്പം ഇവനും വരികയല്ല, വണ്ടി ഞങ്ങൾ പകുതി കയറിയുള്ളൂ. പിന്നെ 1.5 കിലോമീറ്റർ നടന്നാണ് പോകുന്നത് അങ്ങോട്ട്. ഇപ്പം ചേട്ടൻ്റെ ഇവിടുത്തെ അത്യാവശ്യം വീട്ടിലെ ചിലവുകളൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത്? ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഒത്തിരി പേരുണ്ടോ, ഒത്തിരി ആൾക്കാരാണ്. ഈയാണ്ട് ആദ്യം ഒരുത്തിനൊരു പിന്നെ വണ്ടിയും കൊണ്ട് ഇവിടെ കയറി. അവനോട് വന്ന് അതിലെല്ലാം തപ്പി പെണ്ണമ്മയ്ക്ക് 500 രൂപ കൊടുക്കും, എനിക്ക് 1,500 രൂപ. നിനക്കെന്നാടാ തലയ്ക്ക് വട്ടമുണ്ടോന്ന്? ഈ ചെറിയ വട്ടമുണ്ട്, ചേട്ടൻ്റെ ഇത് ഇരുന്നോട്ടെ, ചിലവാക്കിയെങ്കിലല്ലാതെ തീരുള്ളൂ. ആവശ്യം വരുമ്പം ചിലവാക്കിയാൽ മതി എന്നും പറഞ്ഞ് അവൻ പോയി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് മെമ്പർ പ്രസിഡൻ്റ് 1,000 രൂപ എന്ന് വെച്ചാൽ പോയി. പിന്നെ ഈ താഴെ ഉള്ള പിള്ളേരൊക്കെ വിറക് വേണം, എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ വരും, വിറകൊക്കെ കയറി തന്നിട്ട് പോരാ. വിറക് ഇതെല്ലാം മുറിച്ച് മൂട്ടി വെച്ചിരിക്കും. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? എൻ്റെ മകനെ അങ്ങനെ ഒരു ഇടപാടില്ല. ചേച്ചിക്ക് മരുന്നില്ല, എനിക്കും മരുന്നില്ല. ഈയിടെ ഒരു തലകറക്കം ചൂക്കുന്ന് വെച്ചിട്ടുണ്ടായി. അവന്മാരെല്ലാം കൂടെ പിടിച്ചെന്നെ കേരളത്ത് സാന്ത്വനമാശുപത്രിക്കും അവിടെ 725 രൂപയോ ഏതാണ്ടായി. ഒരു ടിപ്പ് കിട്ടു, ഗുളികയും തന്നു. അത് പിന്നെ ഉണ്ടായില്ല, പോയി. വേറെ പറയത്തക്ക അത് തോന്നുന്നു.
എന്തെങ്കിലുമൊക്കെ കാണും. അത് പുറത്ത് വരാൻ ഇച്ചിരി താമസം കാണുക നമ്മുടെ ഉള്ളിലേ. എന്നാ ഉള്ളത് നമുക്കറിയത്തില്ല. പ്രത്യേക അസുഖമൊന്നുമില്ല. പണ്ട് പോലെ ഒരു മാനസിക രോഗിയാണ് അമ്മച്ചിക്ക് അല്ലേ? അമ്മ. ഇപ്പം പ്രായമായതിൻ്റെ ശരീരത്തിൻ്റെ പിന്നെ ശക്തിക്കുറവുണ്ട്. അതുകൊണ്ട് വീട് വിട്ടെങ്കും പോലെ ഈ വീട്ടിലും ഈ മുറ്റത്തൂടെ നടക്കും. ഒരു അസുഖം വന്നാൽ ഓട്ടോറിക്ഷ വരുന്ന ഒരു സ്ഥലത്ത് വീട് കിട്ടിയ അത് അല്ലേ? ഒരു വണ്ടി വരുന്ന സൗകര്യം അതേ ഉള്ളൂ. ബാങ്കുകാർ ഏതെങ്കിലും കാലത്ത് ഇത് കൊണ്ടുപോകുന്നതിനും വരെ ഇത് നോക്കണം. നമ്മുടെ പട്ടത്തിലുള്ള പൈസ വേണം. ഏത് ബാങ്കിലാണ് ശരിക്കും ലോണുള്ളത്? അവിടെ ഈ തലക്കാണി സൊസൈറ്റി ബാങ്കിൽ. സൊസൈറ്റി ബാങ്കിലാണ്? സൊസൈറ്റിയോ അതേന്ന് തോന്നുന്നു. സർവീസ് അതെ. ഇത് എഴുതി തള്ളാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. എഴുതി തള്ളണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ മേടിച്ചാൽ എഴുതി തള്ളാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. മനസ്സാക്ഷിക്ക് ഉചിതമായത് ചെയ്യട്ടെ അല്ലേ? അതെ, അത് അവരുടെ വകുപ്പ് പോലെ എന്തെങ്കിലും ചെയ്തിട്ടല്ല. പിന്നെ നമുക്ക് നോക്കാം. നമുക്ക് താഴേക്ക് ഇറങ്ങാൻ ഒരു താഴെ ഒരു വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതാണ് ചാച്ചയുടെ അവസ്ഥ. അപ്പോൾ ഇവരെ വണ്ടി വരുന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് കുറച്ച് അയലൊക്കെയുള്ള ഒരു സ്ഥലത്തോട്ട് ഇവരെ മാറ്റി താമസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഈ മലയ്ക്ക് ഒരു അസുഖം വന്നാൽ ഒരാൾക്ക് കയറി വരണമെങ്കിൽ തന്നെ ഇത്ര 1.5 കിലോമീറ്ററോളം വണ്ടി വരുന്നിടത്ത് നിന്ന് നടന്ന് കയറി വന്ന് മാത്രമേ ഇവരെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വരുന്ന ഒരു സ്ഥലത്ത് ഒരു 4-5 സെൻറ്റ് സ്ഥലമെടുത്ത് ഒരു കുഞ്ഞു വീടും ഇവർക്ക് താമസിക്കാൻ സൗകര്യത്തിനൊരു വീടും വേണമെന്നാണ് ചാച്ചായുടെ ആഗ്രഹം. അതനുസരിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കഴിയുന്നത്ര രീതിയിൽ എല്ലാവരും സഹകരിക്കണം എന്നാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. അത് ഈ നാട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. എല്ലാവരും ഇവിടെ വരാറുണ്ട്, സഹായിക്കാറുണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവിടുന്ന് കയറി വരുന്ന സാരിയാണ്. ഇപ്പം അരയ്ക്കൊപ്പം പുല്ലായി. ഇനിയിപ്പം മഴ പെയ്ത് കുറച്ചുകൂടെ മഴയായാൽ ഇവിടെ പുല്ലും കാടും കാട്ടുമൃഗങ്ങളും ഒക്കെ ആയി ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ, അതുപോലെ തന്നെ ജോൺസൺ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ ഞാൻ നേരിട്ട് കണ്ട ആ ഒരു കാഴ്ചകളും അവരുടെ അവസ്ഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചത്. വളരെ ദയനീയ അവസ്ഥ തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. ഇത്രയും ഇച്ചിരി പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് പോലും നടന്ന് ഇതിൻ്റെ മുകളിലെത്താനായിട്ട് ഇത്ര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ വണ്ടി 1.5 കിലോമീറ്റർ താഴെ വരെ കയറത്തുള്ളൂ, അതും 4x4 ജീപ്പ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഒരു ആശുപത്രി കേസ് വന്നാലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവർ താഴേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ ചേട്ടനാണേലും എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ ആ ചേച്ചി ഫോണ് പോലും തൊടില്ല, ആരെയും വിളിക്കത്തുമില്ല, ഒന്നുമില്ല, സംസാരിക്കത്തു പോലും ഇല്ല മര്യാദയ്ക്ക്. അപ്പോൾ അത് വലിയൊരു സിറ്റുവേഷനാണ്. അപ്പോൾ താഴേക്ക് ആൾക്കാർക്കൊക്കെ ഒന്ന് ഓടി എത്താൻ പാകത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇവരെ ആക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു പോംവഴിയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ അവരുടെ ആ ഒരു ബാങ്കിലെ ലോണിൻ്റെ കാര്യവും ജപ്തിയുടെ കാര്യമൊക്കെ നമ്മളിപ്പോൾ കേട്ടു. അതുപോലെ തന്നെ അവരെ താഴേക്ക് ഒരു സ്ഥലം വല്ലതും എടുത്ത് അവർക്കൊരു കുഞ്ഞു വീടും വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വീട് കിട്ടുവാണെങ്കിൽ അവിടെ എടുത്തു കൊടുത്ത് അവരെ താഴേക്ക് മാറ്റണം. അത്യാവശ്യം ഒരു വണ്ടി എത്തുന്ന രീതിയിലേക്കുള്ള ഒരു താഴെ ഒരു സ്ഥലത്തേക്കെങ്കിലും അവരെ എത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മളെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൈകോർത്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. കാരണം ഇത്തരം സിറ്റുവേഷനുകളിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സഹായം എത്തിക്കേണ്ടത്. അപ്പോൾ ഏതായാലും അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ നേരിട്ട് കണ്ടു, ഞാനും നേരിട്ട് കണ്ടു, ബോധ്യപ്പെട്ടതാണ്. 100% ജെനുവിനായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഏതായാലും ഇവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളാൽ പറ്റുന്ന സഹായം നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുക. അത് എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, അതൊരു അധികം ആവില്ല. കാരണം അത് 100% നിങ്ങൾക്കൊരു പുണ്യമായിട്ട് തന്നെ വരും. കാരണം അതുപോലെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. നിങ്ങളെല്ലാവരും ഇതിനായിട്ട് ഒരു സഹായം ഇതിലേക്ക് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. ഈ മൊത്തം റിവേഴ്സ് പോകണല്ലേ?
ഞാൻ ഒന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആട്ടോ, ഒത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ്. കുത്തിനെ ഇറങ്ങുമ്പോൾ പണ്ടത്തെ അങ്ങനെ ലിഫ്റ്റുമ്പോൾ വീട് വഹിക്കുന്ന സാധനം ഇല്ല. ഇതൊക്കെ എല്ലാം ഓട്ടോമാറ്റിക്കാണ് പണ്ടൊക്കെ ഇത്. അപ്പം നമുക്ക് ഇത്രയും നേരം നമ്മളെ ഈ മോളിൽ കൊണ്ടുപോയി ആ ചേട്ടൻ്റെ വീടൊക്കെ കാണിച്ചു തന്നത് ജോൺസൺ ചേട്ടനാണ്. ജോൺസൺ ചേട്ടൻ ഇവിടുത്തെ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ ചേട്ടനാണ് മുകളിലേക്ക് കൊണ്ടുപോയി. ചേട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും അത്രയും ദൂരം മുകളിലേക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ സ്കൂട്ടി കൊണ്ട് അത്രയും പോക്ക് നടക്കില്ല. അപ്പോൾ ഏതായാലും വളരെ ഉപകാരം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു.